24 മണിക്കൂറിനിടെ ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളൊന്നുമില്ലാതെ ഖത്തർ. രാജ്യത്തെ സേവന മേഖലകളെല്ലാം സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തിയതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജാഗ്രത കൈവിടരുതെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയിലേക്കടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ 500ഓളം ഇന്ത്യക്കാർ ഇന്ന് ഖത്തറിൽ നിന്ന് കേരളത്തിലെത്തിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങളുമായി അബ്ബാസ് അഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഇന്നലെ ഉൾപ്പെടെ രാത്രിയിലൊക്കെ ഖത്തറിൽ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആദ്യമായി ഇപ്പോൾ ഖത്തറിൽ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. വലിയ ആശ്വാസമാണല്ലേ? ഹരി, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമാശ്വാസം, അതുപോലെ ശാന്തം എന്നൊക്കെ പറയാവുന്ന ഒരു ദിവസമാണ്, ഒരു രാപ്പകലാണ് കടന്നു പോകുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 കൂടിയായിരുന്നു ഇറാനിൽ നിന്നുള്ള ഖത്തറിന് നേരെയുള്ള അവസാനത്തെ ആക്രമണം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് നമ്മൾ ഈ സമയം സംസാരിക്കുന്നത് വരെ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഡ്രോൺ ആക്രമണമോ അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളോ ഈ രാജ്യത്തിനെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും വളരെ സമാധാനപൂർവ്വമായ ജീവിതമാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറായി ഖത്തറിലുള്ളത്. അത് വളരെ ആശ്വാസകരമാണ്. കാരണം ഈ ആക്രമണത്തിൻ്റെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഒരു 14ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദിവസത്തിലാണ് ഖത്തർ സമാധാനപൂർവ്വമായി ഒരു ദിവസം നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ആക്രമണങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരു ആക്രമണം ഈ രാജ്യത്തിനെതിരെ നടന്നിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1:45 കൂടിയായിരുന്നു, ഉച്ചയ്ക്ക് 1:45 കൂടിയായിരുന്നു ആക്രമണം. ഇതിൽ 2 ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഒരു ക്രൂയിസ് മിസൈലും കുറച്ച് ഡ്രോണുകളുമാണ് ഈ രാജ്യത്തിനെതിരെ ഉപയോഗിച്ചത്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ രാജ്യം ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഇവിടുത്തെ സായുധ സേന ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം ഇന്നലെ രാത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയുണ്ടായി. അതിനു മുമ്പുള്ള ദിവസം അഥവാ മിനിഞ്ഞാന്ന് 3 ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇങ്ങനെ ആക്രമണത്തിൻ്റെ തോത് കുറഞ്ഞു വരികയും ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു ആക്രമണം പോലും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത് രാജ്യത്തെ സേവന മേഖലകളെല്ലാം പതിവായി അഥവാ സാധാരണഗതിയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. ഹരി, ഇതോടുകൂടെ തന്നെ നമ്മൾ പറയേണ്ടത് ഇവിടെ കുടുങ്ങിയ പാസഞ്ചേഴ്സിനെ, ഇന്ത്യക്കാരടക്കമുള്ള യാത്രക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഇന്നു മുതൽ 17-ാം തീയതി വരെയുള്ള ഷെഡ്യൂളുകൾ ഖത്തർ എയർവേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഖത്തറി വ്യോമപാത ഈ ആക്രമണത്തിന് ശേഷം ഇതുവരെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ ഭാഗികമായ രീതിയിൽ മാത്രമാണ് വ്യോമപാത തുറന്നിട്ടുള്ളത്. ലിമിറ്റഡ് സർവീസ് മാത്രമാണ് ഖത്തർ എയർവേസ് നടത്തുന്നത്. ഇന്ന് കൊച്ചിയിലേക്ക് വിമാനമുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടുന്ന് 500ഓളം പേരെയാണ് ഇന്ന് കേരളത്തിലേക്ക് എത്തിച്ചത്. ഇത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഏകദേശം 3400ഓളം ഇന്ത്യക്കാർ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലെത്തി. ഏതായാലും ഇവിടെ കുടുങ്ങിയ യാത്രക്കാരെയും അതുപോലെ തന്നെ ഹ്രസ്വകാല വിസയിൽ ഇവിടെ താമസിക്കുന്നവരെയുമാണ് നിലവിൽ ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ ആശ്വാസത്തിൻ്റെ ഒരു ദിവസം. ഇന്ത്യക്കാരടക്കം ഇവിടെ നിന്ന് മടങ്ങുന്നു. അതുപോലെ ഖത്തറിനെ സംബന്ധിച്ച് വളരെ സാധാരണഗതിയിലുള്ള ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആക്രമണം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തിലേക്കാൾ കൂടുതൽ ആശ്വാസം ഉണ്ടാകുന്നതിനോട് കൂടെ തന്നെ ജനജീവിതം വളരെ സാധാരണഗതിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അവശ്യ സർവീസുകൾ, അതുപോലെ അവശ്യ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത പരമാവധി ഇവിടുത്തെ ഭരണകൂടം ഉറപ്പാക്കുന്നു. ഹരി, ശരി. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ആശ്വാസ ദിവസമാണ്. 24 മണിക്കൂറിനിടെ ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളൊന്നും ഇന്ന് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ സേവന മേഖലകളെല്ലാം സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തിയതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു.